എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കേരളത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ബീറ്റാസിൻ്റെ ഒരു കളക്ഷനാണ്. നമുക്കൊരു ഏകദേശം ഒരു 1000-ഓളം ബീറ്റയൊക്കെ ഉണ്ടായിരുന്നു ഒരേ ടൈമിൽ. ഇതെല്ലാം നമ്മുടെ വലിയ പേറുകളാണ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് അത് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ ബീറ്റാസിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു സെറ്റപ്പാണ്. നമ്മളെപ്പോഴും നാച്ചുറലായ രീതിയിലാണ് കുഞ്ഞുങ്ങളെ നമ്മൾ സർവൈവ് ചെയ്തെടുത്തിരുന്നത്. ഏകദേശം നമുക്കൊരു 50-100 കുഞ്ഞുങ്ങളോളം നമുക്കൊരു ബ്രീഡിംഗ് പെയറിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ നാച്ചുറലായിട്ടുള്ള കുറേ ഫീഡുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ വളർത്തിയിരുന്നത്. നമ്മളെപ്പോഴും വാട്ടർ പിടിച്ച് വെച്ച് കുറച്ച് ബദാം ലീഫ് ഇട്ട് വെച്ച് ഒരു വീക്കിന് ശേഷമൊക്കെയാണ് നമ്മൾ നമ്മുടെ ബീറ്റാസിനെ ടാങ്ക് മാറ്റാറുള്ളൂ. പിന്നെ ഈ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പിന്നെ നമ്മളെപ്പോഴും ബദാം ലീഫിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതാണ് ഈ കുപ്പിയിൽ കാണുന്നത്. അത് നമ്മൾ കുറച്ച് ഒഴിക്കാറുണ്ട്. അതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ അത് ബീറ്റാസിൻ്റെ ഫ്രൈസിന് ഭയങ്കര നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ് നമ്മൾ ടാങ്കിലേക്ക് മാറ്റിയത് കഴിഞ്ഞിട്ട് പിന്നെ ആ കുഞ്ഞുങ്ങളെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അവറ്റങ്ങളെ മാറ്റാണ്. എന്തായാലും ഇനി അവറ്റങ്ങൾ സർവൈവ് ആകുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ മീനുകളെ പിടിച്ചിടുകയാണ്. നമുക്ക് ഏകദേശം ഇതിനകത്ത് തന്നെ ഒരു 50-ന് മേലെ കുഞ്ഞുങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്ക് വളർത്താൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഈ ഡ്രമ്മിൽ സിമ്പിളായിട്ട് വളർത്താവുന്നതേ ഉള്ളൂ. ബ്രീഡ് ചെയ്യാൻ മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഒന്ന് ഇതായി കഴിഞ്ഞ് നാച്ചുറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല എളുപ്പമായിട്ട് നമുക്ക് ഇവയെ ബ്രീഡ് ചെയ്യാം. ഇവയെ എന്തായാലും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സൈസ് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുവാണ് ഈ ടാങ്ക്. എന്നിട്ട് നമുക്ക് ആ ടാങ്കിനെ ഫുള്ള് ക്ലീൻ ചെയ്ത് അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് അതിനകത്തേക്ക് ഇറക്കാൻ പറ്റും. അപ്പോഴേക്കും നമുക്ക് ടാങ്ക് പ്രിപ്പയർ ചെയ്ത് ഒരാഴ്ച വെയിറ്റ് ചെയ്ത് നമ്മുടെ പുതിയ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളെ അതിനകത്തേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ മീനുകൾ ഉണ്ടായിരുന്നു അന്ന്. നമ്മൾ ഇപ്പോൾ UK-ലാകുമ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ വളരെ വ്യത്യാസമാണ്. നമുക്കൊരു പെയർ ബീറ്റേനെ വാങ്ങിക്കണമെങ്കിൽ തന്നെ ഏകദേശം നോർമൽ ബീറ്റേനെ തന്നെ വാങ്ങണമെങ്കിൽ നമുക്ക് 2000-ന് മേലെ രൂപ ചിലവാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പ്ലക്കാർഡ് ബീറ്റേനെ വാങ്ങിച്ചത് HMPക്ക് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു, ഒരു ക്യാൻഡി. അത് വാങ്ങിച്ചതിന് നമുക്ക് ഏകദേശം ഒരു 60 പൗണ്ടിനടുത്ത് ചിലവായി. അതായത് ഒരു 6000 രൂപയൊക്കെയാണ് ഒരു പെയർ ബീറ്റയ്ക്ക് വാങ്ങാനായിട്ടുള്ള ചിലവ്. അതേപോലെ തന്നെ സ്നെയിൽസ് ആണെങ്കിലും ഗപ്പി പോലും നോർമൽ സാധാ ഗപ്പിക്ക് പോലും നമ്മുടെ അവിടെ 5 രൂപയൊക്കെ ഉണ്ടായിരുന്ന ഗപ്പി ഇവിടെ നമുക്ക് ഏകദേശം 200-300 രൂപയ്ക്കാണ് കിട്ടുന്നത്. 3 പൗണ്ട് 4 പൗണ്ടിനാണ് ഒരു ഗപ്പീനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സെറ്റപ്പിൽ നമ്മൾ വീഡിയോ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ കുറേ എക്സ്പീരിയൻസ് നമുക്ക് ഇതിനെ ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഇവിടുത്തെ ടാങ്ക് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കുറേ ഇൻഫർമേഷൻ നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾ പലതും കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ നോർമൽ സെറ്റപ്പിൽ നിന്ന് നമ്മൾ ചെയ്തു തുടങ്ങുന്നതാണ്. നമ്മൾ പല മീനുകളെയും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മീനുകളെയും നാട്ടിലത്തെ മീനുകളുടെയും കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ അടുത്തൊരു ടാങ്കാണ്. ഇവ എന്തായാലും ബാക്ക് ചെയ്യാറായി. അപ്പോൾ ഇനിയും നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാം.